ನಾಪೋಕ್ಲುವಿನಲ್ಲಿ ಕರ್ನಾಟಕ ಮುಸ್ಲಿಂ ಜಮಾತ್ ಮಡಿಕೇರಿ ಝೋನ್ ಸಮಿತಿ ವತಿಯಿಂದ ಬೃಹತ್ ಸುನ್ನಿ ಆದರ್ಶ ಸಮ್ಮೇಳನ ಯಶಸ್ವಿಯಾಗಿ ನಡೆಯಿತು. ನಾಪೋಕ್ಲು ಪಟ್ಟಣದ ಮಾರುಕಟ್ಟೆ ಆವರಣದಲ್ಲಿ ಕರ್ನಾಟಕ ಮುಸ್ಲಿಂ ಜಮಾತ್ ಮಡಿಕೇರಿ ಝೋನ್ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾದ ಅಬ್ಬಾಸ್ ಸಕಾಫಿ ಅವರ ಅಧ್ಯಕ್ಷತೆಯಲ್ಲಿ ನಡೆದ ಸಮ್ಮೇಳನವನ್ನು ಕೂರ್ಗ್ ಜಮಿಯತುಲ್ ಉಲಾಮಾ ಜಿಲ್ಲಾ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಅಶ್ರಫ್ ಹನ್ಸನಿ ಅವರು ಉದ್ಘಾಟಿಸಿ ಮಾತನಾಡಿದರು. സ്വഹാബത്തെ കിറാമിന്റെ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ പരിസരത്ത് കേരളത്തിലെത്തുകയും അവരിൽ നിന്ന് നേരിട്ട് കണ്ട് ഇസ്ലാം പഠിപ്പിച്ച ഒരുപാട് ആളുകൾ പകർത്തിയ സന്ദേശങ്ങൾ ശേഷമുള്ള തലമുറ കൊണ്ട് ജീവിക്കുകയും അതിൻ്റെയൊക്കെ ഒരു ശാഖ എന്നുള്ള നിലക്കാണ് നമ്മുടെ ജില്ലയിലും ഇസ്ലാമിൻ്റെ വരവും ഉയർച്ചയും എന്ന് നാം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത്, ഇസ്ലാം ഇവിടെ വളർന്നതും പ്രചരിച്ചതും സാത്വികരായ മഹാന്മാരായ പണ്ഡിതന്മാരുടെ, സൂഫിയാക്കളുടെ, ഔലിയാക്കളുടെയൊക്കെ ജീവിതം കണ്ടുകൊണ്ടാണ്. അതല്ലാതെ ഒരാളുടെ പ്രഭാഷണം കൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടല്ല. ആ മഹാന്മാരുടെ നേർജീവിതം കണ്ട് അത് പകർത്തി വന്നവരാണ് നമ്മുടെ ജില്ലയിൽ താമസിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾ. ನಾಪೋಕ್ಲು ಟೌನ್ ಸುನ್ನಿ ಮುಸ್ಲಿಂ ಜಮಾತ್ ಅಧ್ಯಕ್ಷರಾದ ಎಚ್ಎಂ ಅಬ್ದುಲ್ ರೆಹಮಾನ್, ಕರ್ನಾಟಕ ಮುಸ್ಲಿಂ ಜಮಾತ್ ಜಿಲ್ಲಾಧ್ಯಕ್ಷರಾದ ಅಬ್ದುಲ್ ಲತೀಫ್ ಸಮ್ಮೇಳನವನ್ನು ಶುಭ ಹಾರೈಸಿ മുഖാന്തരമായി അശ്ഹാബുൽ ബദരീങ്ങളുടെ മുഖാന്തരമായി മഹാനായ ഖുതുബുർ റബ്ബാനി ഗൗസെ സമദാനി മഹബൂബെ സുബ്ഹാനി സുൽത്താനുൽ ഔലിയ ശൈഖുനാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫാഹി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് ശൈഖുനാ അബുൽ ഹസനി ഷാദിലി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ശൈഖുനാ ഖാജ ബഹാവുദ്ദീൻ നഖ്ശബന്ദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് شيخنا سلطان الهند طاهر رسول خواجہ غریب نواز الشيخ خواجہ معین الدین چشتی اجمیر സുന്ദരി قدس الله تعالى سره العزيز. ഇതുപോലെ മഷീഖ് മഗ്രിബിന്റെ അടിയിൽ അന്ത്യവിശ്രമങ്ങളായിരിക്കുന്ന സർവ്വ മഹാന്മാരുടെ മുഖാന്തരമായി ഞങ്ങളുടെ ഉലമാ ശിരോമണികൾ ഹാലിമുകളെ ഞമ്മക്ക് തന്നതായ ദീനാണ് അഹ്ൽ സുന്നത്തുൽ ജമാഅത്ത്. അഹ്ൽ സുന്നത്തുൽ ജമാഅത്തിൽ യാതൊരു സംശയമില്ല. അല്ലാഹുവിന്റെ ഹബീബായ ആയിനുർ റഹ്മത്തുർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പരിപൂർണമാക്കി തന്ന ദീൻ. പക്ഷെ ഇപ്പോഴത്തെ പാടില്ല. കാരണം നമ്മളെല്ലാം വന്നത് ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. സുന്നത്ത് ജമാഅത്ത് കൊടകിൽ ബിദ്അത്തുകാർ വന്നത് എപ്പോന്ന് ചിന്തിച്ചാൽ തന്നെ മതി, വേറൊന്നും അതിന് മറുപടിയില്ല. മാലിക് ദിനാറും 12 ആളും വന്ന് അതിനുശേഷം അവിടുത്തെ താബൈ ഇങ്ങനെ അത് കണ്ട് പഠിച്ച് വന്നവരാണ് ഇവിടെയുള്ള അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരും അവരുടെ ഉപ്പാപ്പയും അങ്ങനെ വന്ന തലമുറയാണ്. ഇപ്പം ഇവിടെ പൊട്ടിമുളച്ച പുത്തൻവാദികൾ അവരുടെ സ്വന്തം ബാപ്പയെ പോലും കാഫിറാക്കുന്ന ആളാണ്. പിന്നെ ബാക്കിയുള്ളത് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. സ്വന്തം ഉപ്പ നരകത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവരും നരകത്തിൽ പോകുന്ന ആളല്ലേ. അതിനെപ്പറ്റി ಕೇರಳದ ಪ್ರಖ್ಯಾತ ಸುನ್ನಿ ವಾಗ್ಮಿ ಅಲವಿ ಸಕಾಫಿ ಕೊಳತ್ತೂರ್ ರವರು ಸಮ್ಮೇಳನವನ್ನು ಉದ್ದೇಶಿಸಿ ಮಾತನಾಡಿ, ಸುನ್ನಿ ಜಮಾತ್ನ ತತ್ವ ಆದೇಶಗಳನ್ನು ವಿವರವಾಗಿ ವಿವರಿಸಿ ಪ್ರತಿಯೊಬ್ಬರೂ ಸುನ್ನಿ ಆದರ್ಶಗಳನ್ನು ಮೈಗೂಡಿಸಿಕೊಳ್ಳಬೇಕು, ನೂತನವಾದಿಗಳ ಸುಳ್ಳು ಭರವಸೆಗಳಿಗೆ ಮಾರು ಹೋಗದೆ ಎಚ್ಚರ ವಹಿಸಬೇಕೆಂದು ಕರೆ ನೀಡಿದರು. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാം അല്ലാഹു പച്ചയായി വിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരച്ചു കാണിക്കുകയാണ്. ആ കൃഷി മുളപ്പിക്കുന്നവൻ നിങ്ങളാണോ അതല്ല ഞാനാണോ? അല്ലാഹുവാണ്. തീർച്ചയായും നമുക്കതിൽ സംശയമില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലൗ നശാഉ ലജഅൽനാഹു ഹുതാമൻ ഫദൽതും തഫക്കഹൂൻ. ഞാനെങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളിട്ട വിളകൾ, നിങ്ങൾ കൃഷി ചെയ്ത കൃഷി
അത് ഉണങ്ങിയതാക്കാനും അത് തുരുമ്പാക്കാനും എനിക്ക് സാധിക്കും. എന്നിട്ടോ ആ സന്ദർഭത്തിൽ നിങ്ങൾ വിലപിക്കും, ഇന്നാല മുഹറമൂൻ, ഞങ്ങളെ വിളകളൊക്കെ നഷ്ടപ്പെട്ട് ഞങ്ങൾ കടബാധ്യതരാണ് എന്ന് നിങ്ങൾ വിലപിക്കുന്ന അവസ്ഥ വരുത്താൻ എനിക്ക് സാധിക്കും. എന്നല്ല, ബൽ നഹ്നു മഹറൂമുൻ, ഞങ്ങൾക്ക് ഭക്ഷ്യവിഭവങ്ങളില്ല, ആഹാരങ്ങൾ വരെ തടയപ്പെട്ടവരായി ഞങ്ങൾ മാറിയല്ലോ. ഞങ്ങൾ വിളവിനായി വയലുകളിൽ പാടങ്ങളിൽ കൃഷി നടത്തിയത് അതെല്ലാം നശിച്ചുപോയി, അത് ഉണങ്ങി. ಸೈಯದ್ ಅನ್ವರ್ ಸದಾತ್ ತನ್ಯಾಳ್ ಸುನ್ನಿ ಆದರ್ಶಗಳ ಬಗ್ಗೆ ಪ್ರಾಸ್ತಾವಿಕವಾಗಿ ಮಾತನಾಡಿದರು. വളരെ പ്രാധാന്യത്തോടെ ദുആ ചെയ്ത ഒരു വിശ്വാസി എല്ലാ ദിവസവും നിർബന്ധമായും പല തവണ ദുആ ചെയ്യണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നേരായ മാർഗത്തിൽ, ശരിയായ മാർഗത്തിൽ, അസ്സിറാത്തുൽ മുസ്തഖീം എന്ന ശരിയായ പാതയിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ചു നിർത്തി തരണേ. സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് നിർത്തിത്തരണം എന്ന് ദുആ ചെയ്യണമെന്ന് എല്ലാ വിശ്വാസികൾക്കും ഒരു ദിവസം 17 തവണ നിർബന്ധമായും ദുആ ചെയ്യൽ നിർബന്ധമാണ്, അനിവാര്യമാണ്. ഏതാണ് ആ സിറാത്തുൽ മുസ്തഖീം, ശരിയായ പാത? ഓരോ വിഭാഗം ആളുകളും അവരവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മൈക്ക് കെട്ടുകയും പ്രസംഗിക്കുകയും ലേഖനമെഴുതുകയും പുസ്തകമെഴുതുകയും ചെയ്ത് അവരെല്ലാവരും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുമാണ്. ഓരോരുത്തരും പറയുന്നത് അവരവരുടെ ആശയം സ്ഥിരീകരിക്കാനും പ്രബോധനം നടത്താനും ഖുർആനിനെയും ഹദീസിനെയും മറയാക്കി പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ശരിയായ മാർഗം ഏതാണ്, അസ്സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന് മനസ്സിലാക്കി എടുക്കാനും മനസ്സിലാക്കി തരാനും വളരെ ലളിതമായി ഈ ആയത്തിന്റെ തുടർച്ചയായി അല്ലാഹു തആല പറഞ്ഞു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, പോക്കിൽ വെച്ചുകൊണ്ട് സുന്നി ആദർശ സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും അൽഹംദുലില്ലാഹ്, എന്തിനാണ് സുന്നി സമ്മേളനം, ആദർശ സമ്മേളനം എന്ന് പലവരും ചോദിച്ചേക്കാം. ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശം ആരെയും എതിർക്കുക എന്നത് അല്ല, മറിച്ച് സുന്നികളായ നമ്മൾക്ക് നാം ഉൾക്കൊള്ളുന്ന ആദർശം എന്താണ് എന്ന് പഠിക്കലാണ് ഇതിന്റെ മർമ്മപ്രധാനമായിരിക്കുന്ന ഉദ്ദേശം. മുഖരിച്ച് സംസാരിക്കുകയാണ്. ഈ സംരംഭത്തിന് വേണ്ടി ഈ നാട്ടിലെയും സുന്നത്ത് ജമാഅത്തിന്റെ ഈ ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരും ഇതിനു വേണ്ടി സഹായ സഹകരണം ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നീ ഖൈറ് ചെയ്യണേ അല്ലാഹ്, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആരെല്ലാം എവിടെ നിന്നെല്ലാം സഹായിച്ചോ അവർക്ക് നീ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട അലവി. ಈ ಸಂದರ್ಭ ಎಸ್ವೈಎಸ್ ರಾಜ್ಯಾಧ್ಯಕ್ಷರಾದ ಬಶೀರ್ ಸಾದಿ, ಕೂರ್ಗ್ ಜಮಿಯತುಲ್ ಉಲಾಮಾ ಕೋಶಾಧಿಕಾರಿ ಹುಸೈನ್ ಸಕಾಫಿ, ಕೆಎಂಜೆ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಮೊಹಮ್ಮದ್ ಹಾಜಿ ಕುಂಜಿಲಾ, ಕೋಶಾಧಿಕಾರಿ ಖಾಲಿದ್ ಫೈಜಿ ಸೇರಿದಂತೆ ಸಮಾಜದ ಎಲ್ಲ ಪ್ರಮುಖರು ಉಪಸ್ಥಿತರಿದ್ದರು.